ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളെ കുറിച്ച് നോക്കാം. ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമായിരിക്കും. വളരെയധികം കൂടുതൽ പഠിച്ചു വെക്കുമ്പോൾ അത് പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ ചിലപ്പോൾ ഓർമ്മ വന്നെന്ന് വരില്ല. അതുമാത്രമല്ല, കുറച്ചായിട്ട് ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇംഗ്ലീഷ് നല്ലത്. ഒന്നിച്ച് പഠിച്ചു വെച്ച് ഒന്നും കിട്ടാത്ത ഒരവസ്ഥയിൽ പോകുന്നതിലേക്കും നല്ലത് കുറച്ച് പഠിച്ച് കുറച്ച് ബൈഹാർട്ട് പഠിച്ച് അതേ രീതിയിൽ സ്വയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. കുറച്ച് സെൻറ്റൻസുകളെ കുറിച്ച് ശ്രദ്ധിക്കാൻ നോക്കാം. നമുക്ക് അസുഖം വന്നാൽ നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. അപ്പോൾ നമുക്ക് അസുഖം വന്നാൽ, നമുക്ക് അസുഖം പിടിച്ചാൽ, വെൻ വി ഗെറ്റ് സിക്ക് വി ഗോ ടു ദ ഡോക്ടർ. വെൻ വി ഗെറ്റ് സിക്ക് എന്ന് പറഞ്ഞ് അസുഖം പിടിക്കുക. വെൻ വി ഗെറ്റ് സിക്ക് വി ഗോ ടു ദ ഡോക്ടർ. നമുക്ക് അസുഖം പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറെ അടുത്തേക്ക് പോകും. ഞാനൊരു പുതിയ വീട് വാങ്ങി, ആ വീടൊന്ന് ക്ലീൻ ചെയ്യിച്ചു. ഞാൻ ഡയറക്റ്റ് ക്ലീൻ ചെയ്യല്ല, മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പോഴെങ്ങനെ പറയാം നമ്മളത്? ഐ ഗോട്ട് മൈ ന്യൂ ഹൗസ് ക്ലീൻഡ്. ക്ലീൻ ചെയ്യിച്ചു. ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഗെറ്റ് ക്ലീൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യിക്കുക. ഗോട്ട് ക്ലീൻഡ് അതിൻ്റെ പാസ്റ്റാണ്. അപ്പോൾ ക്ലീൻ ചെയ്യിച്ചു. ഐ ഗോട്ട് മൈ ന്യൂ ഹൗസ് ക്ലീൻഡ്. എൻ്റെ പുതിയ വീട് ഞാൻ ക്ലീൻ ചെയ്യിച്ചു. ഞാൻ നിന്നെ ചിരിപ്പിക്കാന്നൊക്കെ പറയില്ലേ? നിന്നെ ചിരിപ്പിക്കാം. ചിരിപ്പിക്കുക എന്നുള്ളതിന് മേക്ക് ലാഫ് എന്നാണ്. അപ്പോൾ അതിനെ നമുക്ക് ചിരിപ്പിച്ചു എന്നും പറയാം. ഐ മെയ്ഡ് യു ലാഫ്. ഞാൻ നിന്നെ ചിരിപ്പിച്ചു. പാസ്റ്റാണ് മേക്കിൻ്റെ. നീ ചിരിപ്പിക്കാം എന്നാണ് അതിനെ പറയേണ്ടതെങ്കിൽ ഐ വിൽ മേക്ക് യു ലാഫ്. ടെൻസിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ നമുക്ക് ഇവിടെയും അതിനെ മാറ്റിയെടുക്കാൻ കഴിയും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇംഗ്ലീഷ് അറിയുന്നവർ അതിനെ മറ്റുള്ള ടെൻസിലേക്ക് എല്ലാത്തിലും മാറ്റാൻ സാധ്യമല്ലെങ്കിലും കുറച്ച് ഇതിലേക്കൊക്കെ മാറ്റി ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാമെന്ന് ശ്രദ്ധിച്ച് നോക്കണം. പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഒരു സെൻറ്റൻസ് കിട്ടി അത് മാത്രമല്ല, അതിന് നമുക്ക് ടെൻസിൽ ഇപ്പോൾ ഞാൻ നിന്നെ ചിരിപ്പിക്കാം, ഞാൻ നിന്നെ ചിരിപ്പിച്ചു, പാസ്റ്റിലേക്കായി. അപ്പോൾ അതെങ്ങനെ പറയാമെന്ന് ആലോചിക്കുക. ഇങ്ങനെയാണ് ടെൻസുകൾ നമ്മൾ സ്വയം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് ആ ഓഫർ സ്വീകരിക്കാതെ എൻ്റെ അടുത്ത് വേറെ വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് ഐ ഹാഡ് നോ അതർ ചോയ്സ്. എൻ്റെ അടുത്ത് വേറെ വഴി ഉണ്ടായിരുന്നില്ല, ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ബട്ട് ടു അക്സെപ്റ്റ് ദാറ്റ് ഓഫർ. അപ്പോൾ അത് സ്വീകരിക്കുകയല്ലാതെ, അതാണ് ബട്ട്. അതല്ലാതെ ഒരു വഴിയില്ല. ഐ ഹാഡ് നോ അതർ ചോയ്സ് ബട്ട് ടു അക്സെപ്റ്റ് ദാറ്റ് ഓഫർ. ആ ഓഫർ സ്വീകരിക്കാതെ വേറെ എൻ്റെ അടുത്ത് സ്വീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല, വേറെ വഴി ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്ക് നമ്മൾ പറയില്ലേ, വിശപ്പ് തോന്നുന്നുണ്ട്, ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെ. ഇതിനൊരു ഫീൽ ലൈക്ക് എന്ന് വെച്ചിട്ടാണ് പറയുക. ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ തോന്നുന്നുണ്ട്, കഴിക്കാൻ തോന്നുന്നുണ്ട്, പോകണം തോന്നുന്നുണ്ട്, കുളിക്കണം തോന്നുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ല. അപ്പോൾ ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് നമ്മൾ പറയേണ്ടത്? ആ വെർബിൻ്റെ കൂടെ ING ചേർക്കണം. അപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ട്, വരുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് വൊമിറ്റിംഗ്. ING ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഛർദ്ദിക്കാനുണ്ട് എന്നാണ്. ഐ ഫീൽ ലൈക്ക് വൊമിറ്റിംഗ്. പിന്നെ ലൈക്കിന് 2-3 അർത്ഥങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഐ ലൈക്ക് ചിൽഡ്രൻ. എനിക്ക് കുട്ടികളെ ഇഷ്ടമാണ്. അവിടെ ലൈക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ്. ഐ ലൈക്ക് ചിൽഡ്രൻ. യു ആർ ലൈക്ക് എ ചൈൽഡ്. നീ ഒരു കുട്ടിയെ പോലെയാണ്. അവിടെ ലൈക്കിൻ്റെ അർത്ഥം എന്താണ്? പോലെ, കുട്ടിയെ പോലെ എന്നാണ് പറഞ്ഞത്. യു ആർ ലൈക്ക് എ ചൈൽഡ്. അവനെ അവിടുന്ന് കടയിൽ നിന്ന് ആട്ടി ഓടിച്ചു, അവനെ ആ വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചു, വേണ്ടാത്തതൊക്കെ പറഞ്ഞു എന്ന് പറയും നമ്മൾ. അവനെ ആട്ടി ഓടിച്ചു. അപ്പോൾ ഈ ആട്ടി ഓടിക്കുക എന്നുള്ളതിന് ഡ്രൈവ് എവേ എന്നാണ്. ഡ്രൈവ് എവേ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന അതേ അർത്ഥമാണെന്ന് വെച്ചാൽ ചെറിയൊരു അർത്ഥം വ്യത്യാസമുണ്ട്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഓടിക്കുക. ഇവിടെ ആളെ ഓടിക്കലാവാം, അവിടെ നമ്മൾ വണ്ടിയാണ് ഓടിക്കുന്നത്. അപ്പോൾ അവനെ അവിടുന്ന് കടയിൽ നിന്നും ആട്ടി ഓടിച്ചു. ഹി വാസ് ഡ്രിവൺ എവേ ഫ്രം ദ ഷോപ്പ്. ഡ്രിവ് എവേയുടെ പാസ്റ്റ് ഡ്രോ എവേ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡ്രിവൺ എവേ. ഹി വാസ് ഡ്രിവൺ എവേ, വാസ് ഡ്രിവൺ. ഇതൊരു പ്രത്യേക യൂസേജ് ആണ്. നമ്മൾ വാസ് ഡ്രൈവിംഗ് എന്ന് കേട്ടിട്ടുണ്ട്, ഈസ് നോട്ട് ഡ്രൈവിംഗ് എന്ന് കേട്ടിട്ടുണ്ട്. വാസ് ഡ്രിവൺ. വാസിൻ്റെ കൂടെ ഡ്രൈവ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് പാസീവ് വോയിസിലാണ് നമ്മൾ അധികം ഉപയോഗിക്കുന്നത്. ഈ നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ 12 എണ്ണം പഠിക്കുന്നത് ആക്റ്റീവ് വോയിസിലാണ്. ആക്റ്റീവ് വോയിസിലാണ് പഠിക്കുന്നത് എന്ന് പറയാൻ കാരണം ഹി റൈറ്റ്സ് എ ലെറ്റർ. അവിടെ സബ്ജക്റ്റ് കൊണ്ടാണ് സെൻറ്റൻസ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ ആക്റ്റീവ് വോയിസ് എന്ന് പറയും. അപ്പോൾ നിങ്ങളെല്ലാവരും ആക്റ്റീവ് വോയിസിലാണ് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി പാസീവ് വോയിസിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ടില്ലെന്നില്ല. പാസീവ് വോയിസ് അറിയാത്തവർക്ക് ശ്രദ്ധിക്കണം. ഈസ് ഡ്രിവൺ.
ഈസ് ടേക്കൺ എന്ന് പറയുമ്പോൾ അവിടെ എടുക്കുന്നു എന്നല്ല, എടുക്കപ്പെടുന്നു എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ ഇവിടെ വാസ് ഡ്രിവൺ എന്നാണ് പറഞ്ഞത്. ഓടിക്കപ്പെട്ടു അർത്ഥത്തിലാണ് വരിക. ഹി വാസ് ഡ്രിവൺ എവേ ഫ്രം ദ ഷോപ്പ്. ഹി വാസ് ഡ്രിവൺ എവേ ഫ്രം ദ ഷോപ്പ്. ഡ്രൈവ് എവേ എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഡ്രൈവ് എവേ ഓടിക്കുക. അപ്പോൾ ഡ്രിവൺ എവേ ഓടിക്കപ്പെട്ടു, ഓടിച്ചു, അങ്ങനെ കടയിൽ നിന്നും ഓടിച്ചു, ആട്ടി ഓടിക്കുക എന്നുള്ള അർത്ഥമാണ് ഡ്രൈവ് എവേ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൺഫ്യൂഷൻ ഡിസോർഡർ, ഇതിന് നമ്മൾ പറയുന്നുണ്ട് ഒരു അറ്റ് 6 and 7 എന്ന് പറയും. അറ്റ് 6 and 7 നല്ല പ്രയോഗമാണ്. നമ്മൾ റൂമിലൊക്കെ വന്ന് കിടക്കുമ്പോൾ ആകെ തകിടം മറിഞ്ഞ് കാര്യങ്ങളൊക്കെ, സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ അവിടെ കിടക്കുന്നു, ബെഡ്ഷീറ്റ് കിടക്കുന്നു, അങ്ങനെ സാധാരണ ലിവിങ് റൂമിൽ വരുമ്പോൾ ആകെ ഡിസോർഡറായിട്ട് കിടക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അറിയാത്തൊരവസ്ഥയൊക്കെ ഉള്ളില്ല. അപ്പോഴൊക്കെ നമ്മൾക്ക് അറ്റ് 6 and 7 എന്ന് ഉപയോഗിക്കാൻ കഴിയും. ഹെർ ഷെഡ്യൂൾ ഫോർ ദ ഡേ വാസ് അറ്റ് 6 and 7. ഒരു സെൻറ്റൻസ് ആണ് അത് വെച്ചിട്ടുള്ളത്. ഹെർ ഷെഡ്യൂൾ ഫോർ ദ ഡേ വാസ് അറ്റ് 6 and 7 ഡ്യൂ ടു ലാസ്റ്റ് മിനിറ്റ് മീറ്റിംഗ്സ്. അവിടെ ലാസ്റ്റ് മിനിറ്റ് മീറ്റിംഗിൽ വരെ ബിസി ആയിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടാകുക കൺഫ്യൂഷനിലാണ്, ഡിസോർഡറിലാണ്, എങ്ങനെയാണ് എന്താണ് ഓർഗനൈസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഹെർ ഷെഡ്യൂൾ വാസ് അറ്റ് 6 and 7. ഹെർ ഷെഡ്യൂൾ ഫോർ ദ ഡേ വാസ് അറ്റ് 6 and 7 ഡ്യൂ ടു ലാസ്റ്റ് മിനിറ്റ് മീറ്റിംഗ്സ്. ലാസ്റ്റ് മിനിറ്റ് മീറ്റിംഗ് വരെ സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടെല്ലാം ആകെ തകിടം പറഞ്ഞിട്ട് അറ്റ് 6 and 7. അറ്റ് 6 and 7 ഇങ്ങനെ ഡിസോർഡർ ആയിട്ടുള്ള സമയം, കൺഫ്യൂഷൻ, ഓർഗനൈസ് അല്ലാത്ത സമയം, കണകൂടാന്ന് നമ്മൾ പറയാറില്ല, ആ സമയത്ത് ഉപയോഗിക്കേണ്ടതാണ് എന്ന് ഓർമ്മിക്കുക. അതുകൊണ്ടാണ് ഹെർ ഷെഡ്യൂൾ ഫോർ ദ ഡേ വാസ് അറ്റ് 6 and 7 ഡ്യൂ ടു ലാസ്റ്റ് മിനിറ്റ് മീറ്റിംഗ്സ്. വളരെ ബിസി ആയിരുന്നു, അപ്പോൾ കാര്യങ്ങളൊന്നും ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാകെ തകിടം മറിഞ്ഞാണ് കിടക്കുന്നത് എന്നാണ് പറയുന്നത്. താങ്ക് യു. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കുറച്ച് സെൻറ്റൻസുകളുമായി, പുതിയ സെൻറ്റൻസുകളായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.